രമ്യ ദാസ് അവിടെ നിന്ന് കോഴിക്കോടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമ്യ, ബാരിക്കേഡുകളെല്ലാം തന്നെ മറിച്ചിടാനുള്ള ശ്രമം ഏതാണ്ടൊക്കെ വിജയകരമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചില്ലേ ഇതുവരെ? മുൻപാണ് ഈ BJP-യുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതായത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളും അതുപോലെ രോഗികളുടെ ആവശ്യമായ ഡോക്ടർമാരോ ഇല്ല എന്നും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു BJP-യുടെ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇത് പ്രിൻസിപ്പലിന്റെ കെട്ടിടത്തിന് മുൻപിലാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത്. തുടർന്നെത്തിയ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മാറ്റുന്നതിനായിട്ട് ശ്രമിക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഈ ബാരിക്കേഡിന് പുറത്ത് കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംഭവം കൂടി നിലവിലുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡ് മുകളിലേക്കാണ് പ്രവർത്തകരെല്ലാം തന്നെ കയറി നിൽക്കുന്നത്. എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നിലവിൽ ജലപീരങ്കി ഉപയോഗിച്ചിട്ടില്ല പോലീസും കൃത്യമായി തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് ഇവിടെ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. 100ഓളം പ്രവർത്തകർ തന്നെ ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെന്ന് പറയാം. പ്രവർത്തകരെല്ലാം തന്നെ ഈ ബാരിക്കേഡ് പോലീസ് തടഞ്ഞതോടുകൂടി തന്നെ ഓടി വന്നെത്തിയ പ്രവർത്തകർ ഈ ബാരിക്കേഡ് ഇവിടെ നിന്ന് മാറ്റുന്നതിനും അതുപോലെ തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു നിലപാടുമായിരുന്നു. അതായത് ആരോഗ്യമന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ മരുന്നും അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും രോഗികൾക്ക് ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ K. സുരേന്ദ്രൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ബാരിക്കേഡ് വലിച്ച് നീക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ബാരിക്കേഡ് മുകളിൽ കയറി നിന്നുകൊണ്ട് ഉൾപ്പെടെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. കോവൂരിൽ നിന്ന് ആരംഭിച്ച മാർച്ചാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ കെട്ടിടത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, അതുപോലെ തന്നെ ശസ്ത്രക്രിയയില്ല, ഡോക്ടർമാരില്ല, ഈ പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ മാർച്ചിൽ BJP ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്ഥിതിയുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബാരിക്കേഡിന് മുകളിൽ പോലീസ് തടഞ്ഞ ബാരിക്കേഡിന് മുകളിലാണ് പ്രവർത്തകരെല്ലാം കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൂർണ്ണമായും അത് മറിച്ചെടുക്കാൻ പ്രതിഷേധം എത്തി എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇപ്പോൾ BJP-യുടെ പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്.